ലസാനി. എന്താ ഷൈട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. റോക്കി ബറോസ്. ബറോസ് അത് ഞാൻ തന്നെ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. താനെന്ത് ജീവിയാ? തനിക്ക് താനാരാണെന്നും ഞാൻ ആരാണെന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണ്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. നിരത്തിയാ മതി, കൊല്ലണ്ട. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട. ഇസബെല ഇസബെല. ജോസഫേ, എന്തുകൊണ്ടത് കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടൂന്ന് വെച്ച് ചത്തൊന്നും പോവില്ല സ്വാമി. കരളിൻ പൊന്നിധിയാണു നീ, നിഴലു പോ. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അരികെ ഞാൻ അതിരു കാക്കണ കാവലും. ചിണുങ്ങും പാവയല്ലേ, തിളങ്ങും വൈരമല്ലേ. കോമഡി ഇതിനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. കൊല്ല് എന്നെ, കൊല്ല് എന്നെ, കൊല്ല്. അതെന്തോന്ന് സാധനം? ഇവനാ ഇങ്ങോട്ട് വേണം. ഞാനാ. അങ്ങനെയാണെങ്കിൽ ഇനി വാ. എങ്ങനെയുണ്ട് അളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു. മനോഹരം, ഗംഭീരം. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഇസ. എന്തിനായിരുന്നു ഈ സിനിമ എടുത്തത്? നിങ്ങളിൽ കുറെ കാശിരിക്കണ അവിടെ, നിങ്ങളെ കുറെ കാശുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ലതും ചെയ്യണേ, നമ്മുടെ സമയം കളയാതെ. ബറോസിന്റെ പോസ്റ്ററുകളിൽ മോഹൻലാലിന്റെ ഒപ്പം നവോദിയ ജിജോയുടെ പേരുമുണ്ടായിരുന്നു. എന്നാൽ തന്റെ കഥയും തിരക്കഥയും മാറ്റി എഴുതിയാണ് ബറോസ് ചിത്രീകരണം പുരോഗമിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ജിജോ. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. രാജീവ് കുമാറിന്റെ സഹായത്തോടെ മോഹൻലാൽ തിരക്കഥയിൽ മാറ്റം വരുത്തി. കേന്ദ്ര കഥാപാത്രമായ ബറോസിലേക്ക് കഥ ചുരുങ്ങി. ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ഒടിയൻ, ലൂസിഫർ, മരയ്ക്കാർ, പുലിമുരുകൻ മാതൃകയിൽ കഥയും കഥാപാത്രങ്ങളും സീനുകളും മാറ്റി. അത് കുറച്ചുകൂടെ ഭയങ്കര ഷട്ടിലാണ് ജിജോയുടെ. ഹി ജസ്റ്റ് മൂഡ് ഔട്ട്. പുള്ളി പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്തു. എന്റെ ട്യൂണേഴ്സിൽ സിറ്റുവേഷൻ മാറ്റിയാൽ മതി, അതായിരിക്കും ബെറ്റർ. അത് ചെയ്യേണ്ടി വരും. നിർത്ത്. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാകും.